ഞാനൊരു കൃഷ്ണൻ്റെ പരമഭക്തയാവാനുള്ള കാരണം നിങ്ങൾക്കറിയണ്ടേ? അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞു എന്ന് തോന്നുന്നു, ഞാൻ സാധാരണ കുട്ടികളെ പോലെ ഒരു ബഹളക്കാരിയോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അന്നേ ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു ദിവസം, എനിക്കന്ന് 7-8 വയസ്സേ ഉണ്ടാവുള്ളൂ, ഒരു ദിവസം അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഈ ഈശ്വരൻ എവിടെയാണ്? അയ്യോ, ഈശ്വരൻ എന്ന് പറയുന്ന അരൂപിയാണ്. അപ്പോൾ അരൂപി എന്നൊന്നും പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. അപ്പോൾ അരൂപി എന്ന് പറഞ്ഞാൽ അപ്പം അതിന് രൂപവും ഇല്ല, ഭാവവും ഇല്ല, ഒന്നുമില്ല. നമുക്ക് നമ്മുടെ കണ്ണിന് കാണാൻ പറ്റില്ല ഈശ്വരനെ. അതൊരു ശക്തിയാണ് എന്ന് പറയും. അങ്ങനെയൊന്നും അല്ല, ഈശ്വരനുണ്ട്. അപ്പോൾ എൻ്റെ വിചാരം, ഈശ്വരൻ എവിടെയോ ഒരു സ്ഥലത്ത്, ഭൂമിയിൽ എവിടെയോ ഒരു സ്ഥലത്ത് വലിയ കൊട്ടാരത്തിൽ ഇങ്ങനെ രാജാവിൻ്റെ വേഷമൊക്കെ കെട്ടി അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് എന്നുള്ളതായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ വാശി പിടിച്ചൊക്കെ കുറേ നേരമൊക്കെ കരഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ അങ്ങനെയല്ല, നമുക്ക് കാണാൻ പറ്റില്ല, നീ അതിന് വാശി പിടിച്ചിട്ട് കാര്യമില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ പൂജാമുറിയിൽ ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ ആയിരുന്നു പൂജിച്ചിരുന്നു. അപ്പോൾ ഉണ്ണിക്കണ്ണനെ അന്നു മുതലേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും അച്ഛൻ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ അച്ഛന് അടി പേടിച്ചിട്ട് എപ്പോഴും, കണ്ണാ, എനിക്ക് വേദനിക്കും, നീ എന്നെ എനിക്ക് തല്ല് വാങ്ങിച്ചു തരല്ലേ എന്നൊക്കെ പോയിട്ട് ഉണ്ണിക്കണ്ണനോടാണ് എപ്പോഴും പറയുക. അതങ്ങനെ മനസ്സിൽ വളർന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ സിനിമയായി, തിരക്കായി, എന്തായിരുന്നാലും ശരി, എപ്പോഴും മനസ്സിലിങ്ങനെ കണ്ണനുണ്ട്. എപ്പോഴും ഞാനങ്ങനെ ഒരു പൂജാ കാര്യങ്ങൾ അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. സഹസ്രനാമം ജപിക്കുമായിരുന്നു, അതിപ്പം കുറച്ച് നാളായിട്ട് അതുമില്ല. എപ്പോഴും നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു മനസ്സിൽ. അതാണ് എൻ്റെ ഒരു ശൈലി. പിന്നെ എന്ത് കാര്യത്തിനും, എന്ത് തുടങ്ങുമ്പോഴും, എന്ത് വിഷമം ഉണ്ടായാലും, എന്തായിരുന്നാലും ശരി, കണ്ണ അറിയാമല്ലോ, എന്നെ കാത്തോണം, എനിക്ക് വേറെ ആരുമില്ല, നീ കാത്തോണം എന്ന് പറയും. ഒരു കഥയുണ്ട്, പറയട്ടെ. ഗുരുവായൂർ അമ്പലത്തിൽ മേൽശാന്തിക്ക് എന്തോ ഒരു അത്യാവശ്യമായിട്ട് എവിടെയോ പോകണം. അപ്പം കുഞ്ഞാണ്, മകനോട് പറഞ്ഞു, പക്ഷേ അവന് മന്ത്രങ്ങളൊക്കെ അറിയാം. മകനോട് പറഞ്ഞു, നീ ഇന്ന് പൂജ ചെയ്തോ? അപ്പോൾ നിവേദ്യമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, നീ പൂജ ചെയ്തോ, ഞാൻ അപ്പോഴത്തേന് വരാം എന്ന് പറയും. അപ്പോൾ നിവേദ്യമൊക്കെ ആയിട്ട് കുഞ്ഞുണ്ണി അകത്ത് കയറി, കഥമൊക്കെ അടച്ച് പൂജ തുടങ്ങി, മന്ത്രങ്ങളൊക്കെ ചൊല്ലി. പക്ഷേ കണ്ണൻ വരുന്നില്ല. അപ്പം അവന് വിഷമമായി. എൻ്റെ കണ്ണൻ വരാത്തത് ഞാൻ കൊച്ചായി പോയത് കൊണ്ടാണോ, ഞാൻ ചെയ്തത് കൊണ്ടാണോ, ഞാൻ മന്ത്രം പറഞ്ഞത് കൊണ്ടാണോ, കൃഷ്ണന് ഇഷ്ടമായില്ലേ എന്നൊക്കെ ഇവനിങ്ങനെ വിചാരിക്കും. അപ്പോഴാണ് ഒരാലോചന വന്നത്, അയ്യോ, ഇതിൻ്റെ കൂടെ ഒന്നും ഇല്ലല്ലോ. ഇല്ലത്തേക്ക് ഓടി, നേരെ ഓടിപ്പോയി. അപ്പോൾ ഒന്നും റെഡി ആയിട്ടില്ല അവിടെ. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാർ എടുത്തുകൊണ്ട് ഓടി വന്നു. ചോറിനകത്തിട്ട് കുഴച്ച് വെച്ചിട്ടും കണ്ണൻ വരുന്നില്ല. അപ്പം വല്ലാണ്ട് ഇങ്ങനെ വിഷമിച്ചിട്ട്, എന്താ കൃഷ്ണ, എന്താ എൻ്റെ ചോറ് കഴിക്കാൻ വരാത്തത്, എന്താണിത്? അച്ഛൻ തന്നാൽ നീ തിന്നുമല്ലോ, ഞാനായിട്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിഷമിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പം അങ്ങ് സന്തോഷം സഹിക്കാൻ വയ്യാതെ ചോറിങ്ങനെ ഉരുട്ടി ഓരോ ഉരുളകളായിട്ട് കണ്ണന് കൊടുത്തു. കണ്ണൻ മൃട്ടാന്നം ഭക്ഷിച്ചു. അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞ് നടന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ അച്ഛനും എത്തിയിട്ടുണ്ട് അവിടെ. അപ്പോൾ പറഞ്ഞു, അച്ഛാ, കണ്ണൻ മുഴുവനും കഴിച്ചു കേട്ടോ. കണ്ണൻ ചോറുണ്ണുക? ആ, അതേ അച്ഛാ. അപ്പോഴത്തേനും ബാക്കിയുള്ളവരെല്ലാം പരിഹസിക്കാൻ തുടങ്ങി, അവനകത്തിരുന്നത് തിന്നേച്ച് വന്നിരിക്കുക എന്ന് പറയും. അപ്പോൾ അച്ഛനാകെ ദേഷ്യമായിട്ട് അവിടെ അമ്പലനടയിൽ കെട്ടിയിട്ടിട്ട് ശരിക്കും അങ്ങ് പൂശു. അടി കൊണ്ട്, വേദന കൊണ്ട് ഉണ്ണി പൊളഞ്ഞു. അപ്പോൾ അടി നിർത്തുന്നില്ല. അപ്പോൾ ഇതാ ഒരശരീരി. എല്ലാവരും ഞെട്ടി. ഉണ്ണി പറഞ്ഞത് സത്യമാണ്, ഞാനത് നിവേദ്യം മുഴുവൻ ഞാൻ ഭക്ഷിച്ചു എന്ന് പറയും. അപ്പോൾ അതാണ്, നമ്മുടെ മനസ്സിലെ ഭക്തി സത്യമാണെങ്കിൽ
ഈശ്വരൻ ഏതു രൂപത്തിലും ഏതു ഭാവത്തിലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടും.